സ്വകാര്യ ബസ് മേഖലയെ നിലനിർത്താൻ സർക്കാർ നടത്തുന്ന ഇടപെടലുകൾ ഫലപ്രദമല്ലെന്ന് കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് പി.ജെ. കുര്യൻ. കെ.എസ്.ആർ.ടി.സി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യയാത്ര അനുവദിച്ചതിന് പിന്നാലെ സ്വകാര്യ ബസ് മേഖല വലിയ പ്രതിസന്ധിയിലാണെന്നും അദ്ദേഹം KMCN ന്യൂസിനോട് പറഞ്ഞു. സ്വകാര്യ ബസ് മേഖലയെ നിലനിർത്താൻ സർക്കാർ നടത്തുന്ന ഇടപെടലുകൾ ഫലപ്രദമല്ലെന്ന് കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് പി.ജെ. കുര്യൻ പറഞ്ഞു. കെ.എസ്.ആർ.ടി.സി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യയാത്ര അനുവദിച്ചതിന് പിന്നാലെ സ്വകാര്യ ബസ് മേഖല വലിയ നഷ്ടത്തിലാണ്. സ്വകാര്യ ബസ്സുകൾ നിരത്തൊഴിയുമ്പോൾ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും വലിയ പ്രതിസന്ധി നേരിടേണ്ടിവരുമെന്നും മേഖലയുമായി ബന്ധപ്പെട്ട നിരവധി പേർക്ക് തൊഴിൽ നഷ്ടമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. കെ.എസ്.ആർ.ടി.സി പ്രിയദർശിനി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കാൻ തുടങ്ങിയത് മുതൽ സംസ്ഥാനത്തെ സ്വകാര്യ ബസ് മേഖല മൊത്തത്തിലാകെ പ്രതിസന്ധിയിലാണ്. അതായത് പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ ഒരു ദിവസം കിട്ടുന്ന കളക്ഷൻ കൊണ്ട് എല്ലാ ചെലവുകൾ പോലും കഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് നിലനിൽക്കുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നത് ഈ നഷ്ടം ഇപ്പോഴൊന്നും തുടങ്ങിയതല്ല, ഇത് കോവിഡ് കാലം മുതലേ തുടങ്ങിയതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. യാതൊരു സത്യവുമില്ല. അതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി പറയുന്നത് പുതിയ മേച്ചിൽപ്പുറങ്ങൾ നിങ്ങൾ കണ്ടെത്തിക്കൊള്ളാനുള്ള അർത്ഥത്തിലാണ് പുള്ളിയുടെയും സംസാരം. അതും ഒരു ഗുണകരമായ കാര്യമല്ല. അതുപോലെ തന്നെ പരസ്യങ്ങൾ വഴി ഒരുപാട് പൈസയൊക്കെ ഉണ്ടാക്കാമെന്ന് പറയുന്നു. പരസ്യം എന്ന് പറയുന്നത് ആ ഉദ്ദേശം പരസ്യ കമ്പനിക്കാരുടെയും പരസ്യം കൊടുക്കുന്നയാളിൻ്റെയും ഉദ്ദേശവും എന്താണെന്ന് മനസ്സിലാക്കാതെയുള്ള ഒരു രീതിയായി പോയി. അത് ആ പരസ്യം ഉദ്ദേശിക്കുന്ന റേഞ്ച് സ്വകാര്യ ബസ്സുകളിൽ കിട്ടാനുള്ള സാധ്യതകൾ കുറവാണ്. അപ്പോൾ ഏത് രീതിയിൽ നോക്കിയാലും സർക്കാരിന് ഈ രംഗം ഇവിടെ പിടിച്ചു നിർത്തിക്കൊണ്ട് പോകണം. സ്വകാര്യ ബസ് മേഖല, അതായത് കെ.എസ്.ആർ.ടി.സി ബസ്സുകൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കേരളത്തിൽ പഴയ തിരുവിതാംകൂർ രാജ്യത്ത് തുടങ്ങി വെച്ച ആ ഗതാഗത സംവിധാനം നിലനിർത്തിക്കൊണ്ട് പോകാൻ നമ്മുടെ സംസ്ഥാന സർക്കാർ ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതിൻ്റെ സൂചനയായിട്ട് ഈ അവരുടെ പ്രസ്താവനകളെയും സർക്കാർ നയങ്ങളെയും ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നുള്ളൂ. ഈ പ്രതിസന്ധികൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകണം. ഡീസലിന് 50% സബ്സിഡി, വിദ്യാർത്ഥി കൺസെഷൻ നിരക്കിൽ വർധനവ്, നികുതികളിൽ ഇളവ്, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ബന്ധപ്പെടുത്തി സൂപ്പർഫാസ്റ്റ് നിരക്കിൽ പെർമിറ്റ് തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്ത് അനുയോജ്യമായ നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.